ഇവിടുത്തെ തൃശ്ശൂരെ പൊളിറ്റിക്കൽ സ്ഥിതി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അറിയാനാണ്. ഇവിടെ സംസ്ഥാനത്ത് ആരാണ് ഇനി ഭരണം തുടർച്ച ഉണ്ടാകുമോ അതോ UDF വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളിന്ന് ചർച്ച ചെയ്യുന്നത്. അതുപോലെ തൃശ്ശൂരെ സ്ഥിതി എന്താണ്, 50,000 വോട്ടിന് മേളിൽ ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി ജയിച്ച പാർലമെൻറ്റ് ആണ്. അവിടെ ഒരു 3-4 സീറ്റെങ്കിലും BJPക്ക് കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാരോട് ചോദിക്കാനും അറിയാനുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യങ്ങളിലേക്ക് കടക്കാം. ഇലക്ഷൻ വരാൻ പോവാണ്. അതെ, തൃശ്ശൂരിനെ സംബന്ധിച്ച് അറിയാൻ വേണ്ടിയാണ്. തൃശ്ശൂർ ആര്, LDF ആയിരിക്കോ, UDF ആയിരിക്കോ, BJP ആയിരിക്കോ ഈ മണ്ഡലം കിട്ടുന്നത്? തീർച്ചയായിട്ടും ഒരു ഭരണമാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സാധ്യത UDFനാണ്, തള്ളിക്കളയാൻ പറ്റില്ല. BJPയുടെ സ്ഥിതി എന്തായിരിക്കും ഇവിടെ? BJP എൻ്റെ അഭിപ്രായത്തിൽ പോരാ. പാർലമെന്റ് സുരേഷ് ഗോപിയുടെ പെർഫോമൻസ് പോരാഞ്ഞിട്ടാണോ? അതിൽ കുറേ ഘടകങ്ങളുണ്ട്, അത് പറയാൻ തയ്യാറല്ല. എന്തായാലും UDF ആവാം സാധ്യത. പിന്നെ സ്ഥാനത്ത് പിണറായി ഭരണം വീണ്ടും ആവർത്തിക്കുമോ അതോ? ഭരണം നല്ല ഭരണമാണ്, പക്ഷേങ്കിൽ ഒരു ഭരണമാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഒരു UDF വരും. UDF വന്നാൽ ആരായിരിക്കും മുഖ്യമന്ത്രിയാകാൻ സാധ്യത? സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് സാധ്യത. എൻ്റെ ഒരു അഭിപ്രായം വേണുഗോപാൽ വന്ന് ചാർജ് എടുക്കുമോ? സാധ്യത കുറവാണ്. പിണറായി വിജയന്റെ ഭരണത്തിൽ എന്തൊക്കെ നമ്മൾ അപാകതകളാണ് കണ്ടിട്ടുള്ളത്? നമുക്കൊരു മാനസിക വേദന തോന്നിയത്? മാനസികമായിട്ടുള്ള അങ്ങനെ വേദനകളൊന്നുമില്ല, നല്ല ഭരണം തന്നെയായിരുന്നു. കാരണം റോഡിൻ്റെ വികസനം, അതുപോലെ തന്നെ ഒരു അക്രമ രാഷ്ട്രീയങ്ങൾ, അങ്ങനെ വെട്ട് കൊലപാതകം അങ്ങനെയൊന്നും ഈ 10 വർഷത്തിലല്ലോ അങ്ങനെ കാര്യമായിട്ടൊന്നും നമ്മളെ ഒരു ഇതിൽ കണ്ടിട്ടില്ല. നല്ല ഭരണം തന്നെയാണ്. പിന്നെ സ്വാഭാവികമായിട്ടൊരു ഒരു ഭരണമാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടി UDF വരാൻ ചാൻസ് ഉണ്ട്. അതെ, അത്രയാണ്. നേടി 50,000 മേളിലോട്ട് നേടി സുരേഷ് ഗോപി BJP പിടിച്ചതാണ്. അതെ, ഒരു 3-4 മണ്ഡലങ്ങൾ BJPക്ക് കിട്ടാൻ യോഗ്യതയില്ലേ ശരിയായിട്ടും? അല്ല, അത് സുരേഷ് ഗോപി എന്നൊരു വ്യക്തിക്കുള്ളൊരു വോട്ടാണ്. അപ്പോൾ അത് ഒരു രാഷ്ട്രീയപരമായിട്ട് എൻ്റെ അഭിപ്രായം കാണേണ്ട ആവശ്യമില്ല. UDF തന്നെയാണ് സാധ്യത. എത്ര സീറ്റ് കിട്ടുന്ന പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതിനെക്കുറിച്ച് എനിക്ക് 80 സീറ്റ് കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? സാധ്യതയുണ്ട്. കാരണം എല്ലാ ജനങ്ങളും ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. 10 വർഷം കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഭരണം മാറണമെന്ന് ചില ആവശ്യങ്ങളുണ്ടല്ലോ എല്ലാവർക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചിലപ്പോൾ ഒന്ന് മാറി പരീക്ഷിക്കാനായിട്ട്. തീർച്ചയായും അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഭരണത്തെക്കുറിച്ച് മോശമായിട്ട് അങ്ങനെ പറയാനൊന്നുമില്ല. നല്ല ഭരണം തന്നെയായിരുന്നു. മോദിയെക്കുറിച്ചുള്ള അഭിപ്രായം എങ്ങനെയാണ്? മോദിയെക്കുറിച്ചിട്ട് കുഴപ്പമില്ല, നല്ല തന്നെയാണ്. അല്ല, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാൽ മോദിയെക്കാട്ടിൽ കുറച്ചുകൂടെ മെച്ചപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഭരണമാറ്റം സ്വാഭാവികമായിട്ട് ഇപ്പോൾ BJP ആണല്ലോ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി വന്ന കൊള്ളാമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. ഇവിടെ തൃശ്ശൂരിൻ്റെ മണ്ണിൽ ഇനിയിപ്പം LDF ആയിരിക്കും, BJP ആയിരിക്കുമോ, UDF ആയിരിക്കും, ആരായിരിക്കും അധികാരത്തിൽ വരാൻ പോകുന്നത്? ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ആരും ആവാം, BJP ആവാം, LDF ആവാം, ത്രികോണ മത്സരം ഉണ്ടാവും എന്തായാലും. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഒന്നും പറയാത്തൊരവസ്ഥയാണ്. പക്ഷേ സുരേഷ് ഗോപി കിട്ടിയ ഒരു 50,000 വോട്ടിന് മേലുള്ള ഭൂരിപക്ഷമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അത് ഇവിടെ കിട്ടിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ല. അസംബ്ലിക്ക് അത് കിട്ടിക്കൊള്ളണം നിർബന്ധം, അദ്ദേഹത്തിന് കിട്ടിയ വോട്ടായിട്ട് നമ്മൾ കണക്കാക്കാം. അതെ, അത് ഇവിടെ കിട്ടിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഒന്നും പറയാൻ പറ്റില്ല. സംസ്ഥാനത്തിന്റെ തുടർഭരണം ഉണ്ടാകുമോ അതോ UDF കയറി വരുമോ? സംസ്ഥാനത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ച് തുടർഭരണം ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ആണല്ലേ? എന്തായിരുന്നു അവർക്ക് നമ്മൾക്കൊരു ഫീൽ ചെയ്തിട്ടുള്ള കുഴപ്പങ്ങൾ എന്തായിരുന്നു? കുഴപ്പം തന്നെ നമ്മൾ എവിടെ നിന്നാലും ആകെ സ്കാംസ് തന്നെയല്ലേ ഉണ്ടായിട്ടുള്ളൂ. സ്വർണ്ണക്കടത്ത്, ഈ കടത്തുകൊണ്ട് കുറേ കാര്യങ്ങൾ, ശബരിമല പ്രോബ്ലംസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് നന്നായി വേദനിപ്പിച്ചിട്ടുണ്ടല്ലോ. ഹിന്ദുക്കളെ പ്രത്യേകിച്ച് നന്നായി വേദനിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങനെ വരും, അതിൻ്റെയൊക്കെ എഫക്റ്റ് കാണാതിരിക്കില്ല. ഇപ്പോൾ ഗണേശൻ്റെ ഒരു കേസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ആ കേസുകളൊക്കെ അതിപ്പോൾ ഇങ്ങനെ തേച്ച് മാച്ച് പോടും, അതുപോലെയൊക്കെ ഇരിക്കും. അതൊക്കെ രാഷ്ട്രീയം കളികളല്ലേ എല്ലാം അതിനകത്ത് നടക്കുന്നത്. മോദിയെക്കുറിച്ച് ഒരു അഭിപ്രായം ചോദിച്ചാൽ എന്ത് പറയും? നല്ല മനുഷ്യനാണ്, ഭാരതത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. പുള്ളിക്ക് പറയാവുന്നതിന് മാക്സിമം പുള്ളി ചെയ്യുന്നുണ്ട്. ഇപ്പം അദ്ദേഹത്തിന് പകരം രാഹുൽ ഗാന്ധി ആ കസേരയിൽ ഇരുന്നാൽ? രാഹുൽ ഗാന്ധി വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും നല്ലതൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. എന്താ കാരണം വെച്ചാൽ ആ പാർട്ടിക്കകത്തുള്ള ആൾക്കാർ മൊത്തം അതുപോലെ സ്കാംസും കാര്യങ്ങളും ഒക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ്, അഴിമതിയുടെ ആൾക്കാർ തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. നേരെ മറിച്ച് മോദി മന്ത്രിസഭയിൽ അഴിമതി കുറവാണ്. മോദി വല്ല ക്ലീൻ ആയിട്ടുള്ള പേഴ്സണാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. ഈ ലോകരാജ്യങ്ങൾ മോദിക്ക് നൽകുന്ന ഇല്ല, ചാൻസ് കുറവാണ്. മറ്റുള്ളവർക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. അദ്ദേഹം നേടിയെടുത്തതാണ്, സ്വയം ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അത്
അതുപോലൊരു സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ രാഹുൽ ഗാന്ധി ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഒരുപാട് കഷ്ടപ്പെട്ടാൽ തന്നെ ആവുമെന്ന് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ കൂടെയുള്ള ആൾക്കാർ അതുപോലെ ആവണ്ടേ. ആ പാർട്ടി ഒരുപാട് അങ്ങോട്ട് അധപതിച്ച് പോയില്ലേ കീഴ്പോട്ട്. പറയാൻ പറ്റുന്നില്ല. ഇവിടെ പക്ഷേ BJP ആയിരുന്നു ഇപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു 3-4 സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ടോ? പറയാൻ പറ്റില്ല കേട്ടോ അതിനെ വെച്ചിട്ട്. അപ്പോൾ ഈ സംസ്ഥാനത്തെ സ്ഥിതി എന്തായിരിക്കും? UDF ആയിരിക്കുമോ BJP ആയിരിക്കുമോ? ഇപ്പോഴത്തെ ഒരു ഭരണം മാറ്റം നല്ലതാണ്. എന്തായാലും എല്ലാവരും ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു അല്ലേ എന്തെങ്കിലും നമുക്ക് ഈ LDFന്റെ ഇപ്പോഴത്തെ ഭരണത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും മാനസികമായ വേദന ഉണ്ടാക്കിയതോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? അങ്ങനെ പറയുകയാണെങ്കിൽ കുറച്ചുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട്, കുറച്ച് ഇതുണ്ട്, കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം അവർക്ക് പകരം UDF വന്നാൽ കുറച്ച് ഒരു ക്ലീൻ ആയിട്ടുള്ള ഭരണം കിട്ടുമെന്നെല്ലാം പറയാൻ പറ്റുമോ? ഇപ്പം ആര് ഭരിച്ചാലും കൂടിയിട്ട് നമുക്ക് അവർ UDF വന്നാലും അവരുടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഇത് അവർ കുറക്കെ ചെയ്യുന്നുണ്ട്. അതെ, ഒന്നും പറയാറായിട്ടില്ല. നമുക്ക് ഒന്നും പറയാനായിട്ടില്ല. അടുത്ത് പറഞ്ഞല്ലോ പക്ഷേ മോദിയെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചാൽ എന്ത് പറയും? മോദി പറയുന്നത് മോദി നല്ലൊരു ഭരണാധികാരിയാണ്. എല്ലാ കൊണ്ടും നല്ലൊരു ഭരണാധികാരിയാണ്. നല്ല കാര്യങ്ങളൊക്കെ കുറേ ചെയ്തിട്ടൊക്കെ. മോദി വീണ്ടും ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എനിക്ക് ആഗ്രഹമുണ്ട് മോദി വീണ്ടും ഭരിക്കണമെന്ന്. അപ്പോൾ ഇവിടെ ഈ സുരേഷ് ഗോപിക്ക് 50,000 വോട്ടോളം ഭൂരിപക്ഷം കിട്ടിയ സ്ഥിതിക്ക് ഒരു 3-4 സീറ്റ് BJPക്ക് കിട്ടാൻ ഉള്ള സാധ്യതയുണ്ടോ? സാധ്യത ഇപ്പോഴത്തെ കണ്ടീഷനിൽ പറയാൻ പറ്റില്ല. കേരളത്തിൽ മൊത്തം ഒരു 5 സീറ്റ് കിട്ടുമോ BJP? സാധ്യത കുറവാണ്. ആണല്ലേ. വീണ്ടും പിണറായി വിജയൻ തന്നെ ഭരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? എനിക്ക് അങ്ങനെ ആഗ്രഹം. അപ്പോൾ ഇവിടുത്തെ സ്ഥിതി എങ്ങനെയാണ്? കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപി 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ്. അവിടെ 3-4 മണ്ഡലം BJP കൊണ്ടുപോകുമോ? BJPക്ക് ചാൻസ് ഉണ്ട് ഇപ്രാവശ്യം. ഇവിടെ കൊണ്ട് അല്ലേ ഒരു 4-5 സീറ്റ് കേരളത്തിൽ മൊത്തം കിട്ടുമോ? 2-4 സീറ്റൊക്കെ കിട്ടിയില്ല. ആണോ? കിട്ടാഴികയില്ല. എന്താ പറയുന്നതിനെ കുറിച്ച്? തൃശ്ശൂരിൽ ഇവിടെ എന്തായാലും കിട്ടാൻ സാധ്യത കുറവാ തോന്നുന്നു. BJP കിട്ടാൻ സാധ്യത കുറവാണ്. പിന്നെ പിണറായി വിജയന്റെ തുടർഭരണമായിരിക്കുമോ അതോ UDF വരുമോ അതോ BJP? ഒരു മാറ്റം നല്ലതാണ്. ആരും എന്നാലും ഭരിക്കുന്ന പോലെ ഇരിക്കും. അങ്ങനെ സുരേഷ് ഗോപി ശരിയായിട്ട് ഇഷ്ടമാണോ? പേഴ്സണലി ഇഷ്ടമാണ്. പക്ഷെ ആള് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് ഇഷ്ടം കുറേ ചെയ്തത് കൂടിയിട്ടില്ല. സിനിമയിലുണ്ടായിരുന്ന നമ്മുടെ കൊണ്ടായിരുന്ന ഇഷ്ടം രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ നമുക്ക് കുറഞ്ഞു പോയി. പുള്ളിയുടെ ഒരു ആൾക്കാരോട് ഇടപെടുന്ന രീതിയിൽ ആള് പറഞ്ഞ മാതിരി ഈ സിനിമയിലുള്ള ഡയലോഗുകളും കുറേയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാരണം കുറച്ച് ആൾക്കാർക്ക് കുറച്ചൊരു काम कर रहे हैं, चल रहे हैं बस आस पास। वो भी आपकी कौन सा गाँव है? हमारा जोधपुर, राजस्थान। जोधपुर, हाँ। जोधपुर में कौन सा है BJP और कौन सा पार्टी है उधर? उधर BJP है, कांग्रेस भी है, दोनों है। ओके, इधर LDF आएगा, UDF आएगा, कैसा आएगा? ये UDP आएगा मेरे ख्याल से, लग रहा है ऐसा माहौल। चांस है? ओके, हाँ इधर माहौल ऐसा है, बोल नहीं सकता है, മാഹോൽ ऐसा है. തൃശ്ശൂർ ഇപ്പം സുരേഷ് ഗോപി 50,000 വോട്ടിന് മേലെ ഭൂരിപക്ഷം ജയിച്ചതാണ്. ഇവിടെ ഒരു 3-4 മണ്ഡലം BJPക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, നമ്മുടെ പ്രതീക്ഷ ഇപ്പം അങ്ങനെയാണ്. കിട്ടുന്നതാണ് ഇവിടെ എല്ലാവരും പറയണത്. 2 സീറ്റുകൾ തൃശ്ശൂർ കിട്ടുന്നതൊക്കെയാണ് പറയണത്. അത് കറക്റ്റായിട്ട് ഏത് സ്ഥാനാർത്ഥി ജയിക്കും എവിടെയൊക്കെ കിട്ടുന്നത് പറയാൻ പറ്റില്ല. ഇപ്പം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടിയ വോട്ടല്ലേ അതോ BJPക്ക് കിട്ടിയ വോട്ടായിരുന്നു? അത് രണ്ടുണ്ടായിരിക്കാം. സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് കിട്ടിയ വോട്ടുണ്ടായിരിക്കാം. പിന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ആൾക്കാർ മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് BJPക്ക് നല്ലൊരു ശതമാനം വോട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് ഇനിയും തുടർന്നാണ് ചാൻസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ മൊത്തം ഒരു BJPക്ക് എത്ര സീറ്റ് കിട്ടുമെന്നാണ് നമുക്കൊന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും? അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഏകദേശം ഇപ്പോൾ എല്ലാവരും പറയുന്നു ഒരു 10 സീറ്റ് മുതൽ 30 സീറ്റ് എന്നൊക്കെ ഒരു പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു ഓപ്പണിംഗ് എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ഒരു 5-6 സീറ്റ് കിട്ടാൻ ചാൻസ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. BJPയുടെ ഇപ്പോഴത്തെ ലീഡറിന് കുറച്ച് കാര്യമാത്ര പ്രസക്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ടെന്നോ? ഏത് ലീഡറിന്? ഇപ്പം നമ്മുടെ BJPയുടെ ലീഡറിന് ഇപ്പം കേരളത്തിലെ ലീഡറിന് അതായത് മറ്റേ സംസ്ഥാന പ്രസിഡന്റിന് അദ്ദേഹം വന്നപ്പോൾ നല്ല രീതിയിൽ മാറ്റം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തിരുവനന്തപുരമൊക്കെ പിടിക്കാൻ കഴിഞ്ഞു. അത് പുള്ളിക്ക് കൊടുത്തിരുന്ന ഒരു ജോലിയായിരുന്നു, ടാസ്ക് ആയിരുന്നു. പുള്ളി ആ ടാസ്ക് കൃത്യമായിട്ട് ചെയ്തു. തീർച്ചയായും കുറച്ചുകൂടി ഇമേജുള്ള വ്യക്തിയാണല്ലോ അദ്ദേഹം. കുറച്ചും കൂടി പരിചയമുണ്ട്, എക്സ്പീരിയൻസ്ഡ് ആണ്, മുൻ മന്ത്രിയാണ്, നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനം കൂടിയൊക്കെ അതിൽ ചെലുത്താൻ സാധിച്ചിട്ടുണ്ടായിരിക്കും. പാർട്ടിക്ക് ഒരു പുതിയ ഇമേജ് പുള്ളി കൊടുക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായം അങ്ങനെയാണ്. നമ്മൾ സംസ്ഥാനത്തെ ഭരണം തുടർഭരണം ഉണ്ടാകുമോ അതോ UDF വരുമോ? തുടർഭരണം ഉണ്ടാവും, UDF വരുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു പ്രത്യേകിച്ച് വ്യക്തമായുള്ള ഒരു പിക്ചർ പറയാൻ പറ്റില്ല. ഒരു ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ളൊരു ശക്തിയായി BJP ഇപ്രാവശ്യം വളരാൻ സാധ്യതയുണ്ടോ? എന്തായാലും ഒരു ചെറിയൊരു സ്വാധീനം അവർ ചെലുത്താൻ സാധ്യതയുണ്ട് ഉറപ്പായിട്ടും ഭാവിയിലേക്ക്. എന്തായാലും ഇപ്പോൾ അടുത്ത 5 വർഷത്തെ ആര് ഭരിക്കണം എന്നുള്ള സ്വാധീനം അവർക്ക് ചെലുത്താൻ പറ്റിയില്ലെങ്കിലും
ഭാവിയിൽ 5, 10, 15 വർഷം കഴിയുമ്പോൾ ഒരു നിർണായകമായുള്ള ശക്തിയാവാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പോക്ക് കണ്ടിട്ട് ഈ രണ്ട് രാഷ്ട്രീയക്കാരെയും മാറി മാറി പരീക്ഷിച്ച് തീർച്ചയായിട്ടും അത് വളർന്നിരിക്കുകയാണ് കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ. 5 വർഷം വീതിച്ച് ഭരിക്കുക എന്നുള്ള സംഭവം കേരളത്തിൽ മാത്രമേ ഉള്ളൂ വർഷങ്ങളായിട്ട്. നോർത്ത് ഇന്ത്യയിലാണെങ്കിലും സൗത്ത് ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിലും മാറി മാറി ചിന്തിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ 5 വർഷം വീതിച്ച് ഭരിക്കുന്നത് കൊണ്ടുള്ള ഒരു വികസന കുറവ് കൂടി ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. മാത്രമല്ല ഇവരുടെ അഴിമതികൾ പൊങ്ങാതെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റിൽ ഉണ്ടായിരിക്കാം. എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഞാൻ അങ്ങനെ ചിന്തിക്കണു ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടായിരിക്കാം. അതുകൊണ്ടുള്ള വീതം വെച്ച് ഇങ്ങനെ 5 വർഷം വേറൊരു മൂന്നാമതൊരു കക്ഷി അടുപ്പിക്കാണ്ട് അല്ലെങ്കിൽ വരാതെ ഇവർ രണ്ട് പാർട്ടി മാത്രം ഭരിക്കുന്നതുകൊണ്ടുള്ള ഒരു വികസനക്കുറവ് കേരളത്തിൽ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് LDFന് പകരം ഇപ്പോൾ ക്ഷേത്രത്തിന് പ്രശ്നമുണ്ട്, അമ്പല പ്രശ്നമുണ്ടായി, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായി. അതിന് പകരം LDFന് പകരം UDF ആണ് വരുന്നതെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ക്ലീൻ ആയിട്ടൊരു ഭരണം കാഴ്ചവെക്കാൻ അവർക്ക് പറ്റും. തീർച്ചയായിട്ടും ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അഴിമതികളൊക്കെ ഇവിടെ അങ്ങനെ മാറി മാറി എല്ലാവരുടെ കാലത്തും ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇവരുടെ അഴിമതി മടുക്കുമ്പോഴാണ് ജനം 5 വർഷം അവരെ ഏൽപ്പിക്കുന്നത്. അവരുടെ അഴിമതി മടുക്കുമ്പോഴാണ് ജനം 5 വർഷം ഇവർ തിരിച്ചേൽപ്പിക്കുന്നത്. ഇവിടെ അതാണ് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ഇതേവരെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം അതാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമുള്ള അഭിപ്രായം എന്താ വെച്ചാൽ ഒരു മൂന്നാമതൊരു കക്ഷിയോടെ വരണം. അത് BJP അല്ലെങ്കിൽ അത് ആരോ ആയിക്കോട്ടെ. എന്നാലേ മറ്റുള്ളവർക്ക് ഒരു തീർച്ചയായിട്ടും ഉണ്ടാവുള്ളൂ. ഇപ്പം മോദിയെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞാൽ മോദിയെക്കുറിച്ച് പറഞ്ഞാൽ മോദി നല്ലൊരു നേതാവാണ്, നല്ലൊരു മനുഷ്യനാണ്, നല്ല നേതാവാണ്. മോദി വന്നതിന് ശേഷമാണ് ഇന്ത്യ എന്നുള്ള ഒരു രാജ്യം പുറത്തുത്തരെ അറിയപ്പെട്ടു തുടങ്ങിയത്. അദ്ദേഹത്തെ പറ്റിയൊക്കെ നല്ല പ്രധാനമന്ത്രിയാണ്. ലോക നേതാക്കളുടെ ഇടയിൽ പിന്നെ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തിന് പകരം രാഹുൽ ഗാന്ധി വന്നാൽ ഇതേപോലത്തെ ഒരു ഇമേജ് 5 വർഷത്തിനിടയിലെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ സാധ്യത കുറവാണ്. കാരണം ഇദ്ദേഹം അത്രയും പക്വതയുള്ളൊരു നേതാവാണ്. അഴിമതി ഇല്ല എന്നുള്ളത് എന്താണ്? പിന്നെ അദ്ദേഹത്തിനെതിരെ ഒരു അഴിമതി ഇത്ര കാലഘട്ടമില്ലല്ലോ. ഇപ്പം എല്ലാവരും എത്ര വഴിക്കൊക്കെ ശ്രമിക്കണം എന്ന് വെച്ചാൽ ഞാനൊരു BJP കാരനായിട്ട് പറഞ്ഞതല്ല. ഞാൻ BJP, എനിക്ക് പ്രത്യേകിച്ച് പൊളിറ്റിക്സ് ഒന്നുമില്ല. എനിക്കൊരു പാർട്ടിയിലും അംഗത്വമില്ല, മെമ്പർഷിപ്പ് പോലും ഒന്നുമില്ല. ഞാൻ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷേ നമ്മൾ BJP ഇതാ വരുമെന്ന് പണ്ട് പറയുന്ന സമയത്ത് ഇവിടെ മുഴുവൻ അക്രമമാകും, മുസ്ലിംസിനെ എല്ലാം ഇവിടെ ഓടിക്കുന്നത് അതൊക്കെ അതല്ല എന്നുള്ളത് ഇപ്പം ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങൾ ഭരിച്ചിട്ട് അദ്ദേഹം കാണിച്ചു കൊടുത്തിട്ടില്ലേ? ഇല്ലേ? അദ്ദേഹം എല്ലാവരുടെയും കൂടെ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം എപ്പോഴും എവിടെയും പോയിട്ട് പറയുന്നത്. ഇപ്പോൾ കേരളത്തിലായാലും ആ BJP-യോടുള്ള ഒരു തൊട്ടുകൂടാഴിക കുറച്ച് മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും മാറിയിട്ടുണ്ടല്ലോ. അതുകൊണ്ടല്ലോ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ പറ്റുന്ന ഇവിടെ സുരേഷ് ഗോപി ജയിച്ചതും സുരേഷ് ഗോപി പേഴ്സണലായിട്ടുള്ള വോട്ടുകൾ കിട്ടിയിട്ടുണ്ടായിരിക്കാം എന്ന് അതിലുപരി തന്നെ പാർട്ടിയുടെ വോട്ടുകളും ഉണ്ടായിരിക്കും. ആ ഒരു മാറ്റം അടുത്ത തെരഞ്ഞെടുപ്പിൽ നന്നായി പ്രതിഫലിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു BJP-യുടെ ചായ്വിൽ ചോദിച്ചതല്ല. കാരണം ഒരു BJP-കാരനോട് ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾ എന്താണ് എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. അതുകൊണ്ട് ഞാനൊരു സൈഡാണ് എന്ന് പറയരുത്. ഈ പ്രാവശ്യം അതൊരു 3-4 സീറ്റ് അവർക്ക് കിട്ടാൻ സാധ്യത ഉണ്ടാകാനുള്ള കാര്യങ്ങളില്ലേ? ഇവിടുത്തെ തൃശ്ശൂരാണല്ലോ. തൃശ്ശൂർ കഴിഞ്ഞ വർഷം 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി ജയിച്ചതാണ്. അത് ഒരു 3-4 സീറ്റ് BJP-ക്ക് പ്രാവശ്യം കിട്ടാൻ സാധ്യതയുണ്ടോ തൃശ്ശൂർ? സാധ്യതയില്ല. അല്ല, ഇപ്പം അന്ന് കിട്ടിയ 50,000 വോട്ട് അത് പേഴ്സണൽ വോട്ടാണ്. സിനിമാ നടന്നുള്ള എനിക്ക് കിട്ടുന്ന വോട്ടാണ്. സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് കിട്ടിയ വോട്ടാണ്. പേഴ്സണൽ സിനിമാ നടന്നുള്ള ഒരു ഉമ്മ കിട്ടിയ വോട്ടാണ്. ഇപ്പോൾ ഇപ്രാവശ്യം LDF-ന്റെ തുടർഭരണം ഉണ്ടാകുമോ അതോ UDF വരുമോ? UDF വരാൻ തന്നെയാണ് സാധ്യത. UDF ഒന്നല്ല, ജനങ്ങളുടെ ആരായിരിക്കും മുഖ്യമന്ത്രിയായിട്ട് എത്തുക? അതിപ്പോൾ ഈ നമുക്കിപ്പോൾ പുറത്ത് അവരെ പാർട്ടി നിശ്ചയിക്കുന്ന ആളായിരിക്കാനാണല്ലോ സാധ്യത. ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 2-3 പേരുകളാണ് ഉയർന്നു കേൾക്കാനുള്ളത്. ഒന്ന് സതീശൻ്റെ പേര് ഉയർന്നു കേൾക്കാറുണ്ട്, രമേശ് ചെന്നിത്തലയുടെ പേര് ഉയർന്നു കേൾക്കാറുണ്ട്. അപ്പം അതിൽ അവരെ പാർട്ടി ലീഡർഷിപ്പ് ആരെയാണെന്ന് നിശ്ചയിക്കുക എന്നുള്ളതാണ്. അറിയില്ല, നിങ്ങൾ തന്നെ ഈ സർവേകൾ തന്നെ നടത്തിയിട്ടുണ്ടല്ലോ. അതെ, ആ സർവേയിലും പല പേരുകളും പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് LDF-ന് ഇപ്പോൾ വന്നിരിക്കുന്ന അപജയം എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല. LDF-ന് ഈ പൊതുവെ ആളുകളുടെ ഇടയിൽ ഈ ഒരു കുറച്ച് കുറവ് കാണുന്നുണ്ട്. സ്വീകാര്യത കുറവ് കാണുന്നുണ്ട്. അതിൽ അവരുടെ പ്രവർത്തനങ്ങളിലുള്ള അപാകതകൾ തന്നെയാണ് അത് കുറവാണത്. പിന്നെ മാധ്യമങ്ങളും അത് അവരുടെ ജോലിയാണല്ലോ. മാധ്യമങ്ങൾ അവരുടെ ജോലിയാണ്. ആ ജോലി അവർ നന്നായി നിർവഹിക്കുന്നുണ്ട്. പൈസ ചെലവാക്കി PR വർക്ക് ചെയ്യുന്നുണ്ട് LDF. പക്ഷേ അത് പത്രങ്ങളിൽ പരസ്യം മാത്രമല്ലേ ഉള്ളൂ. ജനങ്ങളുടെ ഇടയിലേക്ക് അത് ഹൃദയത്തിൽ കിട്ടണമെങ്കിൽ ചെയ്യണം. അത് മറ്റേ ഹൃദയങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കണില്ലേ. പത്രങ്ങളിൽ പരസ്യം ഉണ്ട്, മാറി മാറി പരസ്യം ചെയ്യുന്നുണ്ട്. കേരളത്തിൽ മൊത്തം BJP ഒരു 10 സീറ്റ് പിടിക്കുമെന്ന് പറഞ്ഞാൽ ഇല്ല, നെവർ. ഒരു 5 സീറ്റ് നെവർ ആണല്ലേ. കേരളത്തിൽ BJP-ക്ക് വേരോട്ടം പ്രയാസമാണ്. ഒരിക്കലും അത് എളുപ്പമുള്ള കാര്യമല്ല. 1-2 സീറ്റുകളിൽ ഒരു പക്ഷേ അവർക്ക് ഗുണം കിട്ടിയേക്കാം. പക്ഷേ അത് സാധ്യത
നമുക്ക് പറയാൻ പറ്റില്ല ഒരിക്കലും. തിരുവനന്തപുരം അവർ ശക്തമായിട്ട് പിടിച്ചെടുത്തു. പിന്നെ അത് ത്രിതല പഞ്ചായത്തല്ലേ. ശരിക്കും പറഞ്ഞാൽ ത്രിതല പഞ്ചായത്തിന് രാഷ്ട്രീയമായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതിപ്പോൾ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ കോൺഗ്രസിനും കിട്ടിയിട്ടുണ്ട്, കോൺഗ്രസ് സഖ്യകക്ഷികൾക്കും പലയിടത്തും കോർപ്പറേഷൻ കിട്ടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് മോദിയെക്കുറിച്ചൊരു അഭിപ്രായം ചോദിച്ചാൽ എന്ത് പറയും? അല്ല, മോദി പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ മാത്രമേ നമുക്ക് ഇത് കാണാൻ പറ്റുള്ളൂ. ഇന്ത്യയിലെ മുഴുവൻ ആളുകളെയും യോജിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വികാരം ഉൾക്കൊള്ളാനും എല്ലാ ജനങ്ങളുടെ വികാരം ഉൾക്കൊള്ളാൻ അവർ സാധിക്കുന്നില്ല. പ്രധാനമന്ത്രി എന്ന് മാത്രമേ നമുക്കതിൽ പറയാൻ പറ്റുള്ളൂ. പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള കാര്യങ്ങളെ പറയാൻ പറ്റും. ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കസേരയിലേക്ക് രാഹുൽ ഗാന്ധി വന്നാൽ ഇതിലും മെച്ചമായൊരു ഭരണം കിട്ടുമെന്ന് വിചാരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം വളരെ സത്യസന്ധനാണ്, ആത്മാർത്ഥമുള്ളവനാണ്, നുണ പറയില്ല, പറഞ്ഞോർത്ത് ഉറച്ചു നിൽക്കും. അതിൻ്റെ ഒരു ഗുണം നാടിന് കിട്ടും. ആ കാര്യത്തിൽ തർക്കമില്ല. ഒരു തരത്തിലുള്ള അഴിമതിയും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വിദ്വേഷ പ്രചരണങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. നമുക്ക് വാർത്തകളിലും പത്രങ്ങളിലും ഒക്കെ വായിക്കുന്നതിൽ നിന്നും നമുക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് UDF വന്നാൽ ആൾക്കാർ പറഞ്ഞും മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ 5 മന്ത്രിസ്ഥാനം ഉണ്ടാകും, ഉപമുഖ്യമന്ത്രിയും അവർ കൊണ്ടുപോകും, അതുപോലെ കോൺഗ്രസിൽ നിന്ന് ഒരു 2 മുസ്ലിംസ് വരും, അപ്പോൾ സമനില മൊത്തം തെറ്റും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ആളുകളെ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി പറയുന്ന പ്രചരണമാണ്. ഇപ്പം ഭരണത്തിൽ ആര് മുഖ്യമന്ത്രിയാകണമെന്ന് പോലും തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗ് ആയിരിക്കും എന്നൊക്കെ വെറുതെ പറഞ്ഞതാണ്. കോൺഗ്രസ് ആണ്. അതിപ്പോൾ നമ്മൾ കേട്ടിടത്തോളം അവരെന്നെ പറഞ്ഞല്ലോ, അവരെന്നെ ഈ നമ്മൾ പത്രത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് കോൺഗ്രസ് തന്നെ തീരുമാനിക്കുന്നതാണ്. അവർ ഉപമുഖ്യമന്ത്രി പോലും ആവശ്യപ്പെടില്ല എന്നാണല്ലോ പറഞ്ഞത്. ആണല്ലേ? അപ്പം ആത്മവിശ്വാസത്തിലാണ്. നല്ല ആത്മവിശ്വാസം UDFന് ഇവിടെ ഉണ്ട്. പിന്നെ തെരഞ്ഞെടുപ്പല്ലേ, ലാസ്റ്റ് ദിവസം വരെ ഇതിൻ്റെ അലവിലി ഉണ്ടാവും. എന്താണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ പോലും സംഗതിയെല്ലാം മാറിയാം. അല്ല, അതിപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ സമയമാണ്. ഇപ്പോൾ വലിയ ബഹളം ഒന്നും തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടാവുന്നില്ല. അതേസമയത്ത് മറുഭാഗത്ത് ഉണ്ടാവണമുണ്ട്. അപ്പോൾ നമ്മുടെ VD സതീശനോട് അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള ഗുണങ്ങൾ ചോദിച്ചപ്പം പറഞ്ഞത് ഇവിടെ ഒരൊറ്റ ഹർത്താൽ ഉണ്ടായിട്ടില്ല, ഒറ്റ ബന്ധമുണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഹർത്താലിന് ജനമെതിരാ, ബന്ദിന് ജനമെതിരാ. ഇവിടുത്തെ ജനങ്ങളാരും അത് ആഗ്രഹിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. അതിൻ്റെ പേരിൽ വോട്ട് കിട്ടുമെന്ന് പറയുന്നത് മണ്ടത്തരമായിട്ടാണ് നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ബന്ദ് കണ്ടു. കഴിഞ്ഞ ബന്ദിൽ നിങ്ങളുടെ ചാനലിൽ തന്നെ ബാംഗ്ലൂരും തമിഴ്നാടും മഹാരാഷ്ട്രയൊക്കെ കാണിച്ചില്ലേ? അവിടെ വല്ല ബന്ധമുണ്ടായ അവിടെ നിന്നിട്ട് അവർക്ക് വോട്ട് നഷ്ടപ്പെടണ്ട. അവർക്ക് ആർക്കും വോട്ട് നഷ്ടപ്പെടണമല്ലോ. അത് ജനങ്ങളെ കൂടുതൽ കഷ്ടപ്പെടുത്താനും മാത്രമേ ബന്ധും പണിമുടക്കൊക്കെ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന കല്യാണങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള എത്രയോ കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കണു. അപ്പം ഞങ്ങൾ പലപ്പോഴും ഇവിടെ നിന്ന് ഞങ്ങൾ പതിവ് തേക്കുംകാട് മൈതാനിലെ സന്ദർശകരാണ്. ഞങ്ങളിവിടെ നിന്ന് കണ്ടിട്ടുണ്ട് ഈ കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ വണ്ടി ഇല്ലാണ്ട് കഷ്ടപ്പെട്ട് നിന്ന് ഓടണ കുട്ടികളെ, പെൺകുട്ടികളെ, അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളെ എത്രയോ പേര് നിലവിളിച്ച് ഇവർ മക്കളെ കാണുന്നുണ്ട് നടക്കണ കാഴ്ച ഞങ്ങളിവിടെ. അവർക്ക് ആഹാരം പോലും കിട്ടില്ല, ആഹാരം പോലും കിട്ടില്ല. എന്തിനാണ് ആളുകളെ പട്ടിണിക്കിടുന്നത്? ഉപവാസം നടത്താം ഈ ബന്ദിൻ്റെ പേരിൽ. അവരുടെ ജീവിക്കാനുള്ള അവകാശം 100% ചോദ്യം ചെയ്യണ്. അപ്പോൾ അത് നമ്മുടെ തടസ്സപ്പെടുത്താണ് ചെയ്യുന്നത്, മൊത്തം തടസ്സപ്പെടുത്താണ്. അതിനാരും അനുകൂലിക്കുന്നില്ല. ആ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ നേതൃത്വ പാടവം മികച്ചു തന്നെയാണ്. അപ്പം തീർച്ചയായിട്ടും ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചു. അപ്പോൾ അതുപോലെ അദ്ദേഹം പറയുന്നുണ്ട്, 100 സീറ്റിന് മുകളിൽ കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയം വിടുമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അത് അദ്ദേഹം ഒരു വികാരത്തിനായി പറഞ്ഞാണ്. പക്ഷെ അതിലൊന്നും കേരള രാഷ്ട്രീയത്തിൽ വലിയ സ്ഥാനമൊന്നും അത്തരം കാര്യങ്ങൾക്കില്ല. അദ്ദേഹം സത്യസന്ധമായി ഈ ജോലി ചെയ്യുന്നു, അതിൻ്റെ റിസൾട്ട് കിട്ടട്ടെ എന്ന് മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ. തൃശ്ശൂർ ഇപ്പം ഇലക്ഷൻ വരാൻ പോവാണ്. അപ്പോൾ ഇലക്ഷൻ വരാൻ പോകുമ്പോൾ ഒരു 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് സുരേഷ് ഗോപി ജയിച്ചത്. ഒരു 3-4 സീറ്റ് BJPക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ടോ? യാതൊരു സാധ്യതയില്ല. ആണോ? തൃശ്ശൂരെ സംബന്ധിച്ചോളം ഇനി BJPക്ക് കയറാൻ യാതൊരു സാധ്യതയില്ല. എന്തുകൊണ്ടത് അങ്ങനെ ഒരു ചാൻസ്? പറഞ്ഞ വാക്കുകളൊന്നും അതിനൊരു ഇതില്ല. പിന്നെ ജയിച്ചതിൻ്റെ ശേഷമുള്ള
സുരേഷ് ഗോപിയുടെ പെരുമാറ്റം, മനുഷ്യരോടുള്ള ഇതുകളൊക്കെ ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു പെരുമാറ്റ രീതിയാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ഇത് പിന്നെ തൃശ്ശൂർ കേരളത്തിനെ സംബന്ധിച്ചോളം BJP അത്രയധികം സീറ്റ് പിടിക്കാൻ 1-2 ഒക്കെ ആ തിരുവനന്തപുരം ഭാഗത്തൊക്കെ കിട്ടിയെന്നല്ലാണ്ട് അതും ഒരു 5 സീറ്റ് BJPക്ക് പ്രതീക്ഷിക്കുമോ? ഒരിക്കലും ഇല്ല. ഒരെണ്ണം വേണമെങ്കിൽ 1-2 വേണമെങ്കിൽ കിട്ടിയിരിക്കും കേരളത്തിൽ. അതിന് പോലൊന്നും BJPക്ക് കയറാൻ സാധ്യതയില്ല. സംസ്ഥാനത്ത് LDFന്റെ ഭരണം തുടരുമോ അതോ മഹാമോശം? ഒരിക്കലും തുടരില്ല. അല്ല എന്തൊക്കെയാണ് നമുക്കത് മാനസികമായി എല്ലാം നിലയ്ക്കും. അതായത് ആഭ്യന്തരമായാലും സാമ്പത്തികമായാലും ഏത് നിലയിലും മഹാമോശമാണ്. ഒരിക്കലും ഉണ്ടായിട്ടില്ല. LDF ഇതിനു മുമ്പ് ഭരിച്ചിട്ടുണ്ട്. അന്നൊക്കെ അത്രയ്ക്കും ഒരു കുഴപ്പങ്ങൾ ഇതിനെ പറ്റി ആഭ്യന്തരം പറ്റിയിട്ടോ വേറെ ഒന്നുമില്ല. ഇത് എന്താ ഒരു ഒറ്റയാൾ ഭരണം പോലെ പാർട്ടിയല്ല ഇത് ശരിക്കും. ഇത് ഒരു വ്യക്തിയിൽ നിന്നിട്ട് വ്യക്തിയാണ് അത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യലിസത്തിന്റെ ഒരു ഭംഗി പോയി. അതിൻ്റെ തീരെ ഇതില്ല. LDFന് ഒരിക്കലും ഈ നിലയ്ക്ക് പോയി ഒരിക്കലും കയറാതെ ഇരിക്കുക നല്ലത്. അത്ര അതമ്പതിച്ചു അവർ. നേതാക്കന്മാരെല്ലാം വലിയ കോടീശ്വരന്മാരും അവരുടെ കാര്യങ്ങൾ അവരുടെ വീട്ടു കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ടിരിക്കുക. സാധാരണക്കാർക്ക് ഒരു ഗുണം അവർ ചെയ്തിട്ടില്ല. കംപ്ലീറ്റ് ദ്രോഹം ചെയ്തു നോക്കണം. ഒരു ഗുണം ചെയ്തിട്ടില്ല. എല്ലാ നിലയ്ക്കും. ക്ഷേത്രത്തിൻ്റെ പ്രശ്നം കൂടെ പറയാൻ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ ക്ഷേത്രങ്ങളിലും അവർ കയറിയില്ലേ. ഇപ്പോൾ ഇവിടെ തന്നെ ഈ വടക്കുന്നാഥൻ്റെ ക്ഷേത്രത്തിലെല്ലാം അവർ കയറിയിട്ടല്ലേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഏത് ക്ഷേത്രത്തിലും അവർ കയറിയിട്ട് പ്രശ്നമില്ലാണ്ട് ഒന്നാം തന്നെ അവരൊരിക്കലും ക്ഷേത്രം പിടിച്ചടക്കാൻ പാടില്ല. കാരണം അവരൊരു നിരസനവാദിയാണ് എല്ലാവരും. CPMകാർ അവർ ഒരിക്കലും ക്ഷേത്രത്തിൽ മാറി നിൽക്കണം. സത്യത്തിൽ അതൊക്കെ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏർപ്പാട് ചെയ്തു കൊടുക്കണം. അവരൊരിക്കലും അറിയാം. അവർ കക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുള്ളതാണ്. ഈ നിലയ്ക്ക് പല അമ്പലങ്ങളിലും ഒരു ഓഡിറ്റിങ്ങും പരിപാടിയൊക്കെ നടക്കുകയാണെങ്കിൽ ഇപ്പോൾ അയ്യപ്പ മലയിലുണ്ടായേക്കാൾ അക്രമം ഉണ്ടായിരിക്കണം. ഗുരുവായൂർ തീർച്ചയായിട്ടും ഒരു ഓഡിറ്റിങ് അവിടെ നടക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഇത് നടന്ന് പലരും കൊടുക്കും. CPMൻ്റെ ആൾക്കാരെ എവിടെ കയറണോ അവിടെയൊക്കെ തന്നെ പരിപാടി. നമ്മുടെ LDFന് പകരം UDF വന്നാൽ ഇവിടുത്തെ ഭരണം ഏറ്റവും അനുഭവം വെച്ചിട്ട് കുറേ 100 ഇരട്ടി ഭേദം അവർ. ഇവിടെ വല്ല വികസനങ്ങൾ വരാനും പൊതുജനങ്ങളെ കാര്യങ്ങൾക്ക് ഇത്രത്തോളമൊന്നും അവരൊരിക്കലും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഇവിടെ UDF വരണനാണ് ഒരു 100-90% ആൾക്കാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗണേശൻ്റെ ഒരു ഇഷ്യൂ വന്നു. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ഗണേശ് ഇതിന് മുമ്പേ ഇതിനുള്ള ആള് അവൻ ശരി പെണ്ണ് പിടിക്കാനാണ്. അവനൊരിക്കലും അംഗീകരിക്കാൻ താല്പര്യമില്ല. എങ്ങനെ അവിടെ പത്തനാപുരത്ത് അയാൾ ജയിച്ചു വരുന്ന ദൈവത്തിനറിയാം എന്താ എൻ്റെ ഇതെന്നുള്ളത്. അത് ഇന്നല്ലല്ലോ. പണ്ടേ അവൻ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല പല കാര്യങ്ങളും അവനെ പറ്റിയിട്ട്. അത് മോശമായ അത് ഈ CPMൽ തന്നെ അത് നടക്കുള്ളൂ. വേറെ വിധത്തിൽ നടക്കില്ല. പക്ഷേ CPM രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടാക്കിയ ഒരു പ്രശ്നം ഇതിനകത്ത് കാണുന്നില്ല. അത് അതിലും ഒരു കാര്യത്തിലും UDFിൻ്റെ ആൾക്കാരെ ചെയ്യുന്ന പോലെ ഒരിക്കലും അവരാൾക്കാരെ സംരക്ഷിക്കല്ലാണ്ട് ഇതാകണമില്ലല്ലോ. രാഹുൽ ഗാന്ധിൻ്റെ കാര്യത്തിൽ UDF എടുത്ത തീരുമാനം അതേപോലൊന്നും ഇവർക്ക് കഴിയില്ല. ഇവരെടുക്കില്ല. അവരൊക്കെ സംരക്ഷിക്കാന്നൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഇതിന് മുമ്പ് MLA ഉണ്ടായിരുന്നല്ലോ കുഞ്ഞു മുഹമ്മദ്. അങ്ങനെ സ്ഥിതി എന്താ? ആളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ജാമ്യം കൊടുത്ത് വിട്ടു. അതൊരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ പകൽ അറസ്റ്റ് ചെയ്യില്ല. പാതിരിക്ക് വന്ന് വീട് വളഞ്ഞ് തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യണം. അത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. ഇത് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളും ഇപ്പോൾ ഉണ്ടാവുന്ന സംഘടനകളൊക്കെ അങ്ങനെയല്ലേ. ഇപ്പോൾ ഈ 5 വർഷം കൂടെ ഭരണം അവർക്ക് അവരുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ ഇത് കിട്ടുകയാണെങ്കിൽ പിന്നെ ഇത് വല്ല ബുൾഡോസർ വെച്ച് ഒട്ടിച്ച് കളയാൻ നല്ലത് കേരളം. അതോടുകൂടി അവസാനിക്കും. ഒരിക്കലും ഇനി പിന്നെ പൊന്തി വരില്ല. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഗണേശന് ഉമ്മൻചാണ്ടിയുടെ ഒരു കണ്ണീരിൻ്റെ ഒരു പ്രാർത്ഥന ഒരു പ്രാക്കുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഇപ്പോൾ ശരിക്കും പറയാൻ വെച്ചാൽ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും വേണ്ടില്ല, ദൈവം എന്നുള്ളത് ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്രയാണ് അവനാണ് ഇതിൻ്റെ മെയിൻ ആണ്. LDFന് വേണ്ടിയിട്ട് അന്ന് ഈ പരിപാടികളൊക്കെ ചെയ്തത് അവൻ്റെ കെയർ ഓഫിൽ. അതുകൊണ്ടാണ് പിണറായി അവനെപ്പോഴും കാത്തുരക്ഷിക്കുന്നത്. ആ ഒരു ഇത് അട്ടിമറിച്ചതിൻ്റെ പേരില്ല. അവർക്ക് അനുഭവിക്കും. ഇതിൻ്റെ പിന്നിലുള്ളവരൊക്കെ അനുഭവിക്കും. അത് കാരണം നിരപരാധിയായ ഒരു മനുഷ്യനെ അങ്ങനെ കണ്ണീര് കുടിപ്പിച്ചതിന് ഇപ്പോഴും അദ്ദേഹത്തിനെ പറ്റിയിട്ട് കാണുമ്പോഴും ഓരോരുത്തരും ഇന്നൊരു ഇതിൽ ചാനലിൽ ഒരു പ്രായമായ ഒരു 10-80 വയസ്സായ ആളുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയെ പറ്റി. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സൊക്കെ ഭയങ്കരമായിട്ട് വേദനിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലൊരു വ്യക്തി ഇനി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അപൂർവമാണ്.
കേൾക്കാൻ പോയില്ല. അത്രയൊരു വ്യക്തിനെയാണ് ഇങ്ങനെ ഈ ചെയ്തപോലെ. ആ ഒരൊറ്റ കാരണം പറഞ്ഞല്ലേ ഈ ഭരണം മറിച്ച് കളഞ്ഞത്. തീർച്ചയായിട്ടും അവർ ഭരണം വഹിക്കാൻ വേണ്ടിയില്ല. തിരുവനന്തപുരത്ത് ആകെ അവിടെയുള്ള ജനങ്ങളെ വരെ ബുദ്ധിമുട്ടിച്ചിട്ട് വെളിയെ പോലും കാര്യങ്ങളും ചെയ്ത് 2 ദിവസം ഈ പേരും സോളാർ പേരും പറഞ്ഞിട്ടാണല്ലോ ഈ ചെയ്ത് അക്രമം കാണിച്ചു കൂട്ടിയത്. പക്ഷെ അപ്പം തന്നെ മുകേഷിനെ പോലെയുള്ള ആളിനെ, ഗണേശിനെ പോലുള്ള ആൾക്കാരെ അവർ സംരക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ഗണേഷ് കുമാറിൻ്റെ മുൻ ഭാര്യ ഇതേപോലെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു. അത് ഉമ്മൻചാണ്ടിയുടെ കിട്ടിയ ഉടനെ ഗണേഷിനെ പുറത്താക്കി, പിടിച്ചു നിർത്തില്ല. അന്ന് ഇവർ കുറേ വിപ്ലവം ഉണ്ടാക്കിയതാ ഗണേഷിനെ പുറത്താക്കണമെന്നും പറഞ്ഞിട്ട്. ഇപ്പം എന്താ അവർ ചെയ്യാത്തത്? അവരെ ഇത് അത് നോക്കിയിട്ട് അവർക്ക് വേറെ നിയമം. അതെ, അവർക്ക് ഏത് കാര്യത്തിന് എടുത്താലും വേറെ നിയമമാണ്. ഇപ്പം അവരെ വനിതാ നേതാക്കന്മാരെയൊന്നും അഡ്രസ്സില്ല, അവരൊന്നും കാണുന്നില്ല. അത് എന്നും സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പാർട്ടിയാണ്. നാരായണയ്ക്ക് 40 വട്ടം ഇതന്നെ അവരുടെ പ്രസംഗം. വനിതാ നേതാക്കന്മാരായാലും CPയുടെ എല്ലാ നേതാക്കന്മാരും വനിതകളെ അങ്ങോട്ട് രക്ഷിച്ച് ഇപ്പോൾ ഏതാ ഹോട്ടലിൽ പോയ പോലെയായി ഇപ്പോൾ വനിതകളൊക്കെ. മോദിയെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചാൽ എന്ത് പറയും? മോദിയെക്കുറിച്ച് പറയുന്നത് സത്യത്തിൽ അയാൾ ഈ സൂചിച്ച് നടക്കാമെന്നല്ലാണ്ട് രാജ്യത്തിന് വേണ്ടിയിട്ട് എന്തോ കുറേ പ്രതിമകളൊക്കെ ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമില്ല. അവർ പാവങ്ങൾ സാധാരണക്കാർക്ക് വല്ല തൊഴിലോ അതിന് വേറെ വല്ല പുരോഗമനം ഇന്ത്യക്ക് വേണ്ടി ഒന്നുമില്ല. ഇപ്പം നടക്കുന്ന യുദ്ധത്തിന് വരെ അയാൾ ഒരു മിണ്ടാട്ടല്ല എന്നുള്ളതാണ്. ശരിക്ക് അയാൾ ചെയ്യാൻ പാടില്ല. അതിപ്പോൾ ഇന്നാളുണ്ടായാലും ഒരു സംഭവം, മറ്റേ ഓയിലിൻ്റെ പ്രശ്നം. ഈ രാജ്യം ഇത്രയാരും ഭരിച്ചിട്ട് ഇന്ന് വരെ അങ്ങനെ ഒരു ആൾക്ക് അടിമയായിട്ട് ഇന്ത്യ രാജ്യം നിന്നിട്ടില്ല. ഇതിനേക്കാളും ഇതായി നിൽക്കുന്ന സമയത്ത് വരെ ഇത് മോദിക്ക് അടിമയായിട്ട് മോദിയുടെ പറയണ മാതിരിയുള്ള കാര്യം ചെയ്യുന്നു. മോദി അവധി കൊടുത്തിരിക്കണം എത്ര നാളുകൊണ്ട് ഓയിൽ എടുത്തോളാൻ പറഞ്ഞിട്ട്. അങ്ങനെയാണോ ഒരു ഇന്ത്യ രാജ്യത്ത് ഇതിനു മുമ്പ് ഭരിച്ച നേതാക്കന്മാർ? ചൂളം പാടും ഒരാൾ. അത് ഇവിടെ ശരിക്കും പറഞ്ഞിട്ടല്ലേ ജാതിയുടെ പേരിൽ പറഞ്ഞിട്ട് പിടിച്ചു നിൽക്കുന്നത് അന്യരാജ്യങ്ങൾ. നമ്മളവിടെ തമിഴ്നാട്ടിലോ അവിടെയൊന്നും അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഒരു ജാതിയുടെ പേരിൽ. ഇവിടെ എല്ലാവരും ഒന്നാണ്. കേരളത്തിനെ സംബന്ധിച്ചെല്ലാം ഒരു ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മുസ്ലിമോ ആരും തമ്മിൽ അങ്ങനെ ഒരു ജാതിയായിട്ട് കാണുന്നില്ല. ഇതുതന്നെയായിരുന്നു കേന്ദ്രത്തിൽ ഇതിനു മുമ്പ് യോഗി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തും ഒരു ജാതി പ്രശ്നം അവിടെ ഉണ്ടായിട്ടില്ലല്ലോ. ഇവർ വന്ന് കയറിയതിൻ്റെ ശേഷമല്ലേ ഇത്രയും കൊലപാതകങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. അത് അംഗീകരിക്കാൻ കഴിയാത്തൊരു സംഗതിയാണ് ഇതൊക്കെ. ആരെന്ത് തന്നെ പറഞ്ഞാലും മോശമാണ്. കേന്ദ്രം കേരളം തന്നെയില്ല. അപ്പോൾ ഇതാണ് ആൾക്കാരുടെ അഭിപ്രായം. ഇതാണ് അപ്പം നമ്മൾ മൊത്തത്തിലുള്ളൊരു സർവേ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ വർക്കലയാണ്. വർക്കലയിൽ എങ്ങനെയാണ്? LDF ആണോ UDF ആണോ BJP ആണോ? എന്താ വരാൻ പോകുന്നത് അവിടെ? അവിടെ LDF ആയിരിക്കും. അവിടെ 2 തവണ കൊണ്ട് ജോയിയാണ് ജയിക്കുന്നത്. ജോയി 2 പ്രാവശ്യം. അതിന് മുമ്പ് ആരായിരുന്നു? അതിന് മുമ്പ് കഹാറായിരുന്നു. കഹാറായിരുന്നു. ശരി. അപ്പോൾ ഇപ്പോൾ പിന്നെ കേരളത്തിൽ ഇനി പിണറായി വിജയൻ്റെ ഭരണം മൂന്നാമതും വരുമോ? മൂന്നാമതും വരുമെന്നാണ് തോന്നുന്നത്. തൃപ്തിയാണ്, കുഴപ്പമൊന്നുമില്ല, പരാതിയൊന്നും പറയാനില്ല. അപ്പം അവർ പിന്നെ BJP കേരളത്തിൽ എത്ര സീറ്റ് പിടിക്കാൻ സാധ്യതയുണ്ട് ഇപ്രാവശ്യം? BJP 1 അല്ലെങ്കിൽ 2. അത്രേ ഉള്ളൂ. അത് കൂടുതൽ കിട്ടത്തില്ല. ഒന്ന് അപ്പുറം ഒന്ന് ഇപ്പുറം പിടിക്കുമായിരിക്കും അല്ലേ? തൃശ്ശൂരെ സ്ഥിതിയൊക്കെ ആരും അന്വേഷിച്ചോ? വർക്കലക്കാരനാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്. തൃശ്ശൂർ സുരേഷ് ഗോപി 50,000 വോട്ടിന് ഭൂരിപക്ഷം ജയിച്ചാൽ 4 മണ്ഡലം എങ്കിലും BJP പിടിക്കുമെന്നാണ് അവർ പറയുന്നത്. നടക്കുമോ? നടക്കും. അത് പക്ഷേ പുള്ളിയുടെ ഇമേജ് സ്വന്തം ഇമേജ് വെച്ച് കിട്ടിയതാണ്. അത് ഇപ്രാവശ്യം മറ്റ് സ്ഥാനാർത്ഥികൾ കിട്ടണമെന്നുണ്ടോ? കിട്ടണമെന്നില്ല. അതിന് കണ്ടറിയാം. ഇപ്പോൾ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. തൃശ്ശൂരാണോ വോട്ട്? അതെ. അപ്പോൾ തൃശ്ശൂർ BJP ഒരു 3-4 സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ? കിട്ടരുതെന്നാണ് ആഗ്രഹം. പിന്നെ കഴിഞ്ഞ വർഷം 50,000 വോട്ടിന് ഭൂരിപക്ഷത്തിന് BJP പാർലമെന്റിലേക്ക് സീറ്റ് എടുത്തിട്ട് പോയതാണ്. അതിവിടെ പൂങ്ങുന്നത്ത് അറിയുന്ന ഒരു വീട്ടിലെ 40-ൽ പരം വോട്ടുകളാണ് ഒരു വീട്ടിൽ. അത്രയോ വർഷങ്ങളായിട്ട് ആ സ്ത്രീ ഒറ്റയ്ക്കാണ് അവിടെ താമസിക്കുന്നത്. അതേ വീട്ടിലിപ്പം കഴിഞ്ഞ കൊല്ലോ അതിൻ്റെ മുന്നത്തെ കൊല്ലോ ജീവിച്ചിരുന്നവരാണ് എന്ന് പറയാൻ പോലും പറ്റൂല. അപ്പം എത്രയോ വർഷങ്ങളായിട്ട് ആ ഫ്ലാറ്റ് ബുക്ക് ചെയ്തത് തൊട്ട് അവരാണ് അവിടെ താമസിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ വരുമ്പം തീർച്ചയായിട്ടും BJP വിജയിക്കണമല്ലോ. അപ്പം തൃശ്ശൂർ പൂരം ഞങ്ങളൊക്കെ ജനിച്ചപ്പോൾ തൊട്ട് ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് തൃശ്ശൂർക്കാരുടെ ഈ തൃശ്ശൂർ പൂരം. അത് ഇത്ര വലിയ അലമ്പാക്കി ഉണ്ടാക്കിയത് 2 കൂട്ടരാണ്. ഒന്ന് ഇവിടുത്തെ MLA അന്നേരം കുടിച്ച് മതോന്മത്തനായി കിടക്കുകയായിരുന്നു. ഓക്കെ. 2 അന്ന് സേവാഭാരതിയുടെ വണ്ടിയിൽ സുരേഷ് ഗോപിയുടെ വരവും ഈ പോലീസുകാരുടെ ഇത്തരം പരിപാടികളും എന്തിനു വേണ്ടിയാണെന്നുള്ളത് ഇന്നും ജനങ്ങൾക്ക് അണ്ടർസ്റ്റുഡാണ്. പക്ഷേ
അതിനൊന്നിനും ഒരു ആധികാരികമായ ഒരു സംവിധാനങ്ങളും ഇതുവരെ വന്നിട്ടില്ല. അതാണ് കറക്റ്റ്. അപ്പോൾ ഈ വക സംവിധാനങ്ങൾ നടക്കുന്നിടത്തോളം BJPക്ക് ഒരുപക്ഷെ 4 അല്ല 40 സീറ്റ് വരെ കിട്ടാൻ വേണമെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നടത്തുന്ന, നിങ്ങൾ അഭിമാനത്തോടെ നടത്തുന്ന ഒരു ഉത്സവം അലങ്കോലമാക്കിയതിന്റെ പിന്നിൽ ഇവർ രണ്ടുപേരും ഉണ്ട്. ഒരാളുടെ കെടുകാര്യസ്ഥത, ഉത്തരവാദിത്തക്കുറവ്, പിന്നെ ഇത്രയും മദ്യപാനശീലമൊക്കെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ളവരെയൊന്നും ഇവിടെ MLA-മാരായിട്ട് ആരും പൂജിക്കരുത്. എന്ത് പാർട്ടി അടിമത്തം ഉണ്ടെങ്കിലും അത്തരം മോശമായ ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാനോ സ്ഥാനങ്ങളിലിരുത്താനോ പാടില്ല. അതും അങ്ങനെ ചെയ്യുവാണെങ്കിൽ, ഇപ്പം ഡൽഹിയിലൊക്കെ ആം ആദ്മി പാർട്ടി രാഘവ് ചന്ദ്രയൊക്കെ അവിടെ പറയുന്നുണ്ട്, ഈ റൈറ്റ് ടു റീകോൾ, റൈറ്റ് ടു റിജക്റ്റ്, ജനങ്ങൾക്ക് റിജക്റ്റ് ചെയ്യാനും പാർട്ടിക്ക് തിരിച്ചു വിളിക്കാനും അല്ലെങ്കിൽ ജനങ്ങൾക്ക് തിരിച്ച് അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും മാറ്റിക്കളയാനുള്ള ആ സ്വാതന്ത്ര്യം അതിവിടെ പ്രാബല്യത്തിൽ വരണം. അങ്ങനെ വന്നാലേ ജനാധിപത്യമാവുള്ളൂ. ഇതിപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്ന പാർട്ടീനെ വിജയിപ്പിക്കുന്നു, ഇഷ്ടപ്പെട്ട ആളുകളെ വിജയിപ്പിക്കുന്നു, അധികാരം കിട്ടിക്കഴിയുമ്പം അവർക്ക് എന്ത് തോന്നിവാസവും ആകാം എന്നാണെങ്കിൽ ജനങ്ങൾക്ക് അവരെ വേണ്ടെന്ന് വെക്കാനുള്ള അവകാശവും തോന്നിവാസ തിരിച്ചു വിളിക്കാനുള്ള അവകാശവും ഉണ്ടായാൽ മാത്രമേ ഇതിനൊരു മാറ്റം ഉണ്ടാവുള്ളൂ. അതിനേക്കാൾ ഉപരി ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ വർഷം ഈ മണ്ഡലത്തിലെ പുരുഷന്മാരാണെങ്കിൽ അടുത്ത വർഷം സ്ത്രീകൾ, അല്ലെങ്കിൽ ഇന്ന ആളല്ല, അല്ലെങ്കിൽ അവിടെ SC, അങ്ങനെയുള്ള പല ഇതുകൾ വരികയാണ്. അങ്ങനെ വരുമ്പം എന്തായാലും അടുത്ത കൊല്ലം MLA ആവാൻ എനിക്ക് പറ്റില്ല എന്നാൽ പിന്നെ ഇവിടെ എന്ത് കാട്ടിക്കൂട്ടിയാൽ എന്താണെന്നുള്ളൊരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആ ഒരു സംവിധാനത്തിനും എന്തെങ്കിലും ഒരു മാറ്റം നമ്മളുടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്കിന്ന് പറയാനേ പറ്റുള്ളൂ. പണ്ട് ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ടായിരുന്നു. ഇന്ന് ജനാധിപത്യം ഇല്ല. അത് ഇല്ല എന്ന് പറയുമ്പം നമുക്ക് തോന്നും നമ്മൾ വോട്ട് ചെയ്യണത് എവിടേക്കാണ് പോകുന്നതെന്ന് നമുക്കൊരു വ്യക്തതയില്ല. നമ്മൾ ചിലപ്പം കോൺഗ്രസിനാവും ചെയ്യുന്നത്, ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റിനാവും ചെയ്യുന്നത്, ചിലപ്പോൾ BJPക്കാവും. പക്ഷേ ഇത് പോകുന്നത് എവിടേക്ക് എന്നുള്ളത് തീരുമാനിക്കുന്നത് ആരാണ്, എങ്ങനെയാണ് എന്നുള്ളതിനൊന്നും ഒരു വ്യക്തതയുമില്ല. വോട്ട് ചെയ്യുന്നിടത്തല്ല കിട്ടുന്നത്. ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ജനാധിപത്യം മരിച്ചു, അല്ലെങ്കിൽ വെന്റിലേറ്ററിലാണ്. വിജയിപ്പിക്കാൻ ഏതെങ്കിലും ഒരു ബദൽ സംവിധാനം ഇന്നുള്ള LDF, UDF, BJP ഈ 3 സംവിധാനങ്ങൾക്ക് അത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് 101% എഴുതി ഒപ്പിട്ട് തരാൻ പറ്റും. ഒരു ബദൽ സംവിധാനം 2020 വരുമ്പം നമ്മൾക്കൊരു വലിയ സന്തോഷം ഉണ്ടായിരുന്നു. ഉയർന്നു വരണം, പൊങ്ങി വരണം എന്ന്. ഇന്ന് NDAയുടെ ഒരു നീക്കുപോക്കിലേക്ക് വന്നപ്പം ED, CBIനെ കാട്ടി, കേന്ദ്ര ഏജൻസികളെ കാട്ടിക്കൊണ്ട് ഇന്ന് ജനങ്ങളെ അല്ലെങ്കിൽ അഴിമതി കാണിക്കുന്നവരെയും വലിയ വലിയ കോർപ്പറേറ്റുകളെയും ഭീഷണിപ്പെടുത്തി നിർത്താനും ഇപ്പം കഴിഞ്ഞൊരു 5-8 കൊല്ലത്തിനുള്ളിൽ 400 ചില്ലുവാനും കോൺഗ്രസിൻ്റെ അതോറിറ്റികൾ BJPയിൽ ചെന്ന് വീണു. അവിടെ ചെന്ന് വീണ് കഴിഞ്ഞാൽ അവിടെ അത് ക്ലീനായി, വാഷിംഗ് മെഷീനാണ്. ഓക്കെ, അവരുടെ അഴിമതികൾ മുഴുവൻ പോയി. പിന്നെ EDനെയും CBIനെയും അവർക്ക് പേടിക്കേണ്ട. കേന്ദ്ര ഏജൻസികളെ വെച്ചുകൊണ്ടാണ് ഇവർ ഇത്തരം തെമ്മടിത്തരം എന്ന് തന്നെ പറയേണ്ടി വരും. സോറി, ഞാനിങ്ങനെ അൺപാർലമെൻ്ററി വേർഡ് ഉപയോഗിച്ച ആ വേർഡിനേക്കാൾ ആപ്റ്റായിട്ടുള്ള ഒരു വേർഡും ഇന്നില്ല. ഇന്ന് ജനാധിപത്യം നടക്കുന്ന അത്തരത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ഇവിടെ ഒരു ഫ്യൂച്ചറോ ഇവിടെ ഒരു വളർച്ചയ്ക്കുള്ള സാധ്യതയുണ്ടോ? ഈ ആം ആദ്മി പാർട്ടിക്ക് ഫണ്ട് കുറവാണ്, എൻ്റെ കാഴ്ചപ്പാടാണ്. ആം ആദ്മി പാർട്ടിക്ക് ഫണ്ട് കുറവാണ്. പ്രവർത്തിക്കാൻ ഈ എന്താ പറയുക, കള്ളോ കഞ്ചാവോ മറ്റു സംവിധാനങ്ങളൊന്നും കൊടുത്തും കൂലി കൊടുത്തും ആളുകളെ വെക്കില്ല. ഒന്ന് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ആം ആദ്മി പാർട്ടിയിൽ വരുന്നത്. ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള IASഉം IPSഉം ഡോക്ടറേറ്റും ഡോക്ടർമാരും പ്രൊഫസർമാരും ഒന്നും ഒരിക്കലും ഇൻകുലാബ് വിളിക്കാനോ പോസ്റ്റർ ഒട്ടിക്കാനോ ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നടക്കാത്ത പക്കം എന്താ ഉണ്ടാവുന്നത്? ആളുകളെ പ്രത്യക്ഷത്തിൽ അത് കാണുന്നില്ല. ഇന്ന് ജനങ്ങളുടെ ഒരു താല്പര്യമാണ് ഒന്നുകിൽ ജയിക്കുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് കുറഞ്ഞ പക്ഷം ജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ടാവുന്ന ഒരു പാർട്ടി. ഇത് ആളുകളെ കാണാത്ത പക്കം ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നുള്ള താല്പര്യം അവർക്കുണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു, ഞാൻ 25 വർഷം ഡൽഹിയിലായിരുന്നു. എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച്, അറിവനുസരിച്ച് ഞാൻ പറയുന്നു, ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്താൽ വിജയിക്കേണ്ട പാർട്ടി ആം ആദ്മി പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടിക്ക് വോട്ട് ചെയ്യുവാണെങ്കിൽ ജനങ്ങൾ ജയിക്കും. ജനങ്ങൾ ജയിക്കണമെങ്കിൽ ജയിക്കുന്ന പാർട്ടിയോ ഭരിക്കുന്ന പാർട്ടിയോ അല്ലെങ്കിൽ ജയിക്കുമെന്ന് വിചാരിക്കുന്ന പാർട്ടിയോ അല്ല ജയിക്കേണ്ടത്, ജനങ്ങളാണ് ജയിക്കേണ്ടത് എന്ന് ജനങ്ങൾക്കൊരു ബോധ്യം ഉണ്ടെങ്കിൽ അർഹതപ്പെടുന്ന ഭരണാധികാരികളെ അവരവർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ജനങ്ങൾ ഞങ്ങൾക്ക് അർഹതയുണ്ട്, ഞങ്ങൾക്ക് നല്ല ഭരണം വേണം എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടെങ്കിൽ
ഇപ്പം വെള്ളവും ഇലക്ട്രിസിറ്റിയൊക്കെ അവിടെ ഡൽഹിയിൽ വാങ്ങിയാണ് ജനങ്ങൾക്ക് ഫ്രീ കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് 44 നദികളുണ്ട്. 4.5 വർഷത്തോളം 5.5 മാസത്തോളം നമുക്ക് മഴയുണ്ട്. ഈ ജലസംഭരണികൾ അല്ലെങ്കിൽ ജലസ്രോതസ്സുകളെ നമ്മൾ സംഭരിക്കാൻ പഠിച്ചാൽ, അതിനെ വേണ്ട പോലെ വിനിയോഗിക്കാൻ പഠിച്ചാൽ, ഈ ജലം തന്നെ മഴവെള്ളം തന്നെ നമുക്ക് വലിയൊരു സമ്പത്താണ്. അതിനെ നമ്മൾ നന്നായി വിനിയോഗിക്കാൻ പറ്റും. ഇതൊന്നും ഇന്നത്തെ രാഷ്ട്രീയക്കാർക്കൊന്നും താല്പര്യമുള്ള വിഷയമല്ല. അതല്ലാത്തോടത്തോളം കാലം രാഷ്ട്രീയം നന്നാവില്ല. ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോധ്യം ഉണ്ടായിട്ട് ജനങ്ങൾ ജയിക്കേണ്ട പാർട്ടിക്ക് വോട്ട് ചെയ്താൽ, ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയോ 2020 ഉള്ള സംവിധാനങ്ങളൊക്കെ ജയിച്ചേനെ. ഇപ്പോൾ 2020 NDAയിൽ പോയതോടുകൂടി ആളുകൾക്ക് താല്പര്യങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ആം ആദ്മി പാർട്ടിയൊക്കെ ജയിച്ചു വരികയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഏതെങ്കിലും എക്സോർബൈ ഏതെങ്കിലും ജനങ്ങൾക്ക് മൂല്യമുണ്ട്, ജനങ്ങളെ സേവിക്കണം, ജനക്ഷേമ രാഷ്ട്രീയം നിലവിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു സംവിധാനത്തിന്, LDF, UDF, BJP അല്ലാത്ത ഒരു സംവിധാനത്തിന് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാനും അവരെ വിജയിപ്പിക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായി നിന്നാൽ, ഡൽഹിയിലെ പോലെ പഞ്ചാബിലെ പോലെ ഇപ്പം സ്റ്റാലിൻ നന്നായി ഭരിക്കുന്നുണ്ട്, അതുപോലെയൊക്കെയുള്ള ആളുകൾ മുന്നോട്ട് വന്ന് നല്ല ഭരണം കിട്ടും. അവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ വളരെ സുഖമാണ്. അതുപോലെയുള്ള സംവിധാനം കേരളത്തിലെ ഈ തുടർഭരണം ഉണ്ടാകുമോ? പിണറായിയുടെ തുടർഭരണം ഉണ്ടായാൽ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിൻ്റെ എന്താ പറയുക കലാശക്കൊട്ട് എന്ന് നമുക്ക് വിചാരിക്കാം. കോൺഗ്രസിൻ്റെയോ? കോൺഗ്രസിന് കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ശരിക്കൊരു യഥാർത്ഥ പ്രതിപക്ഷമാവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ വകത്തെ മടുത്തരങ്ങളൊന്നും ഇവിടെ നടക്കില്ലായിരുന്നു. പക്ഷെ ഒരു നല്ല നേതാവില്ലാഴിക ഉണ്ടോ കോൺഗ്രസിന്? നേതാവില്ലാഴികയല്ല, അവരിലൊക്കെ നല്ല നേതാക്കളുണ്ട്, നല്ല യൂത്തുകളുണ്ട്, എല്ലാം ഉണ്ട്. അവരുടെ പ്രശ്നം അതിൻ്റെ ഉള്ളിൽ തന്നെ പ്രസിഡന്റാക്കി വെച്ചത് എന്താ? എത്രയോ യുവാക്കളും എത്രയോ നല്ല കഴിവുള്ളവരും ഉണ്ടാകുമ്പോൾ അതിന്റെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കിയത് എത്ര വയസ്സുള്ള ആളിനെ? അത് മാത്രമല്ല അവരുടെ ഇടയ്ക്കുള്ള അവരുടെ പിടിവലികളും, അവരുടെ ഇടയിൽ അവർക്ക് തന്നെ അവൻ എന്നെക്കാൾ ഉയരോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവനെ എങ്ങനെ കുതികാല് വെട്ടി. അദ്ദേഹം ഒരു നല്ലൊരു യോഗ്യതയുള്ള ഒരു മനുഷ്യന്, നല്ല നോളേജ് ഉണ്ട്. കേരളം മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, മറ്റു രാജ്യങ്ങളിലേക്ക് പോലും അദ്ദേഹം വളരെ സ്വീകാര്യനാണ്, അല്ലെങ്കിൽ യോഗ്യനാണ് എന്ന് തിരിച്ചറിവുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഷ, അദ്ദേഹത്തിൻ്റെ അറിവ് എല്ലാം ജനങ്ങൾക്ക് അതൊരു ബോധ്യപ്പെടുന്നൊരു കാര്യം. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, കോൺഗ്രസ്സുകാർക്ക് അദ്ദേഹം അഭിമതനല്ല. സോ ഇതാണ് ഈ രാഷ്ട്രീയ വടംവലിയാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. അതെ, ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഈ കോൺഗ്രസിൻ്റെ സ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നത് വെച്ചാൽ ഇവിടെ എന്തുമാത്രം സമരങ്ങൾ ഇപ്പം ഇവർ കാട്ടിക്കൂട്ടുന്നപ്പോൾ ഒന്നും വേണ്ട. ഇപ്പം ഗണേഷിൻ്റെ കാര്യം, ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലെ വലിയ പീഡനങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ, ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ അദ്ദേഹം ജനപ്രതിനിധി ഒരു MLA ആകുന്നതിന് മുമ്പ് നടന്നിട്ടുള്ളൊരു കാര്യം, വിവാഹിതനല്ല, അദ്ദേഹം എന്താ പറയുക ഗൃഹസ്ഥനല്ല, ചെറിയ പ്രായമാണ് അല്ലേ? നമുക്കൊക്കെ ഈ ചെറുപ്രായങ്ങളിൽ ഉണ്ടാവുന്ന കുറേ കെടുതികൾ. ഇത് ചെയ്യണം എന്നല്ല കേട്ടോ, അതിന് ന്യായീകരിക്കല്ല, മറിച്ച് ഒരു യുവാവ് എന്ന നിലയ്ക്ക് പക്വത വരുന്നതിന് മുമ്പുണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞ് തള്ളിക്കളയാം. അതും ഈ സ്ത്രീകൾ അവർ ഗൃഹസ്ഥരാണ്, അവർ ഭാര്യമാരാണ്. അതിനേക്കാൾ ഉപരി അവർ ചെരുപ്പ് വാങ്ങിക്കൊടുത്തും, വാച്ച് വാങ്ങിക്കൊടുത്തും, ഷർട്ട് വാങ്ങിക്കൊടുത്തും, ഹോട്ടലിൽ റൂം എടുത്തു കൊടുത്തും, അവർ എന്താ പറയുക ഇത് ഫ്ലാറ്റ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി, ഗൾഫിലേക്ക് അവരെ കാണാൻ ചെല്ലാൻ വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുക്കാൻ ഒക്കെ അവർ അതിനു വേണ്ടി പണം മുടക്കിയവരാണ്. എന്നിട്ടും അവർ അതിജീവിതകളും അവൻ കുറ്റവാളിയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 60 കഴിഞ്ഞ ഗണേഷ് കുമാർ പല കല്യാണങ്ങൾ കഴിഞ്ഞിട്ടും അവരെയൊക്കെ എന്ത് ചെയ്തിരിക്കണു? ഇത്രയും സ്ത്രീകൾ അദ്ദേഹം, അയാൾ പറയണു 5000-ൽ പരം പ്രണയങ്ങളുണ്ടെന്ന്. പ്രണയത്തിന് അദ്ദേഹം നെഹ്റു തൊട്ട് നമ്മുടെ മലയാളികളുടെ അഹങ്കാരമായ നമ്മുടെ മാധവി കുട്ടി മേഡത്തിനെ വരെ ഉദാഹരീകരിച്ചുകൊണ്ടാണ് ഇതുപോലെയുള്ള ഈ പച്ച മലയാളത്തിൽ പറഞ്ഞ ചെറ്റ പൊക്കാൻ പോകുന്ന പരിപാടിയല്ല അവരൊന്നും ചെയ്തിരുന്നേ. അവർക്കൊക്കെ അതിനൊരു ക്വാളിറ്റി, ഇത് ഈ ഇത്രയും വലിയ മോശം പരിപാടികൾ ചെയ്തിട്ട് ഇതിനെ പ്രണയം എന്ന് പേരിട്ട്, പ്രണയത്തിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ ഒരു മീനിങ് ഇദ്ദേഹത്തിനെ പറ്റി, ഇദ്ദേഹം വേശ്യാലയങ്ങൾ അല്ലെങ്കിൽ വേശ്യാവൃത്തിക്കാണ് പ്രണയം എന്ന് പറയണമെന്നാണ് ഗണേഷ് കുമാറിൻ്റെ ഒരു ചിന്ത. അതാണ് അവിടെ ഉണ്ടായ ഒരു പ്രശ്നം. അപ്പം അതൊക്കെ ഇന്ന് ഇദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നതിന് ഇവിടെ ഇടതുപക്ഷത്തിന് ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ ചെറുപ്രായമുള്ള അവൻ ചെയ്തത് ന്യായമാണെന്ന് ഞാൻ 1% പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു MLA ഒക്കെ ആവാനും വേണ്ടി കൂടിയാണല്ലോ യുവാവായി അവൻ ഇത് പ്രവർത്തിച്ചു വന്നത്. അപ്പോൾ അവ ചെയ്തതിന് ഞാൻ ന്യായീകരിക്കുന്നില്ല. മറിച്ച് അദ്ദേഹം
ഒരു ജനപ്രതിനിധി എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ ഇങ്ങനെ വിളിക്കുന്ന സ്ത്രീകളുടെ മുഴുവൻ പിന്നാലെ പോവില്ലായിരുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ വലിയ തെറ്റാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. സ്വന്തം ഭാര്യയുള്ള വീട്ടിൽ സ്വന്തം ഭാര്യയുടെ കാണുക ഇത്രയും വലിയ വൃത്തികേട് ചെയ്ത് ഇത്രയധികം സ്ത്രീകളെ പരസ്ത്രീകളെ പ്രാപിച്ചിട്ട് അദ്ദേഹം എൻ്റെ പ്രണയമാണ് അതൊക്കെ എന്ന് പറയുന്ന ഒരു ഉളുപ്പില്ലായ്മയുണ്ടല്ലോ. തന്നെയല്ല, 2 ആഴ്ചയായിട്ടുള്ളൂ മാങ്കൂട്ടത്തിൽ ഇത്രമാത്രം വിമർശിച്ചിട്ട്. ആ വിമർശിച്ച ഗണേഷ് കുമാറാണ് ഇപ്പോൾ ഇതിനെ പ്രണയമെന്ന് പേരിടുന്നത്. അപ്പോൾ മാങ്കൂട്ടത്തിൽ എന്താ ഇത് പ്രണയമാവില്ലേ? എന്ത് മര്യാദക്കേടാണ് ഈ പറയുന്നത്? വളരെ മോശം. ഈ രാഷ്ട്രീയ സംവിധാനങ്ങൾ അടിപടലെ മാറ്റാൻ കഴിവുള്ള ഒരു ഗാന്ധിയെ പോലെ. ഇതിനകത്ത് നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ ഒരു കണ്ണീരിന്റെ ഒരു ശാപം ഗണേശനെ പിന്തുടരുന്നുണ്ടോ? അതൊക്കെ ഇപ്പം നമ്മൾക്ക് അദ്ദേഹത്തെ കുടുക്കിയത് ഉമ്മൻചാണ്ടി ഒരു നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ കുടുക്കിയതാണെന്നും അദ്ദേഹത്തിൽ സത്യസന്ധനാണെന്നും ഈ സരിതയായിട്ടെന്നല്ല ഈ വിഷയങ്ങളായിട്ട് പോലും ഒരു പരിധി വിട്ടൊരു ബന്ധമുണ്ടെന്ന് ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പം ചിലപ്പോൾ ആൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെയൊക്കെ പോയിണ്ടാവാം. അല്ലാതെ അതിപ്പോൾ ഒരു സംവിധാനത്തിലിരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മുടെ അവസ്ഥകൾ. അപ്പോൾ അത് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം എന്നല്ലാതെ അദ്ദേഹം ഇതിലൊന്നും ഒരു ശതമാനം പോലും കാര്യങ്ങളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തോട് നമുക്ക് വലിയ ബഹുമാനമാണ്. ഉമ്മൻചാണ്ടിയുടെ ഭാര്യ കണ്ണീരോട് പറഞ്ഞത് ഗണേശനായിരുന്നു ഇതിന്റെ പിന്നിലെ ഗണേശൻ മാത്രമല്ല പലവരും ഉണ്ട്. പലവർക്കും എന്താ പറയുക, നമ്മൾ ഈ ആങ്ങളെ ചത്താലും നാത്തുവിൻ്റെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടല്ലോ. അതുപോലെയാണ് പലവരും അതിനു വേണ്ടിയൊക്കെയാണ് പ്രവർത്തിച്ച് ഓരോരുത്തർക്കും അതിൻ്റേത്. ഇപ്പം ഗണേശന് എങ്ങനെ മന്ത്രിസ്ഥാനങ്ങൾ കിട്ടുന്നു? ഇതിലെ ഇത്രയും പഴയ കാലം തൊട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ തന്നെയില്ലേ? കോൺഗ്രസിൽ നിന്ന് വന്നപ്പോഴേക്കും എങ്ങനെയാണ് ഈ മന്ത്രിസ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്? എന്ത് തെറ്റ് ചെയ്താലും LDF എന്തുകൊണ്ട് ന്യായീകരിക്കുന്നു, കൂടെ ചേർത്ത് നിർത്തുന്നു? മാങ്കൂട്ടത്തിലിനെ രാജിവെപ്പിക്കണം എന്ന് പറയാൻ ഇവർ കാണിച്ച ആർജവമൊന്നും ഈ ഗണേഷ് ഈ മാതിരി കാര്യങ്ങൾ സ്വന്തം ഭാര്യമാർ തന്നെയാണ്, ആദ്യത്തെ ഭാര്യ ഇപ്പോഴത്തെ ഭാര്യ എല്ലാ ഭാര്യമാർ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. അച്ഛൻ അദ്ദേഹം അത് എൻ്റെ കുടുംബക്കാർ തന്നെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഒക്കെ വിത്ത് പ്രൂഫാണ്. മനസ്സിലായ? അപ്പം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും എന്തുകൊണ്ട് ഇവർ പുറത്താക്കുന്നില്ല? അപ്പം എന്താ രാജിവെക്കണ്ടേ? അപ്പം എന്താ പാർട്ടി പുറത്താക്കണ്ടേ? അതെന്താ ഈ ഞാനിടുമ്പോൾ ബർമുട, മറ്റുള്ളവരിടുമ്പോൾ അത് വലിയ ട്രൗസർ, എന്ത് പരിപാടിയാവുന്നത്? അതൊക്കെ ഒരു തെറ്റായ പരിപാടികളാണ്. ന്യായമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ ഈ സ്ത്രീ പീഡന കേസും നല്ല യുവാക്കളായിട്ടുള്ള ആളുകളൊക്കെ കയറി വരുമ്പോൾ ഈ 60 കഴിഞ്ഞവരെയൊക്കെ മാറ്റിയിട്ട് യുവാക്കളായിട്ടുള്ള ആൾക്കാർ കയറി വരുമ്പോൾ അവരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട സംവിധാനങ്ങൾ ഒരുക്കാനുള്ളവർ തന്നെ യുവാക്കളെ അടിപടലെ എങ്ങനെയെങ്കിലും തേച്ച് മാറ്റി കളയണമെന്ന് ആഗ്രഹിക്കുന്നതിന്റെ ഈ സ്ത്രീകൾക്ക് സംവരണം കൊടുക്കുന്നത് പോലെ തന്നെ ഒരു 40 വയസ്സിനുള്ള ഒരു ആൾക്കാർക്ക് ഒരു 30% 40% കൊടുക്കാൻ പാർട്ടികൾ തയ്യാറാവണം അല്ലേ? അതിനേക്കാൾ ഉപരി ഒരു കാര്യമുണ്ട്. ഈ സ്ത്രീകൾക്ക് എവിടെ സംവരണം? സ്ത്രീകൾക്ക് എന്തിനാണ് സംവരണം? സംവരണം നിയമത്തിലല്ലേ ഉള്ളൂ. ഏത് പാർട്ടിയിലായിക്കോട്ടെ, ഏത് സംഘടനയിലായിക്കോട്ടെ, സ്ത്രീകൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തോട്ടെ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തോട്ടെ, അവരെ ഒരു പരിധി വിട്ട് പൊന്തി വരുന്നു കണ്ട് ഒന്നില്ലേ അവളൊരു പെണ്ണല്ലേ എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡുള്ള ആളുകളും കാരണന്മാർ തന്നെയാണ് ഇന്നും പല പാർട്ടികളുടെയും തലപ്പങ്ങളിൽ ഇരിക്കുന്നത്. പണിയെടുക്കുന്നവരെ ഒതുക്കി മൂലക്കിടുക, ഇന്നലെ കയറി വന്നല്ലെങ്കിൽ ഒരു പണിയും വെളിവില്ലാത്ത ഒരു ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ആളുകളെ മുൻനിരയിലേക്ക് വയ്ക്കുക. പല കാര്യങ്ങളാണ് സ്വാധീനം, പണമായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പലതുമായിരിക്കാം. നമുക്ക് വേണ്ടപ്പെട്ടവർ ഈ പിൻവാതിൽ നിയമനങ്ങൾ സംസ്ഥാന തലത്തിൽ നടക്കുന്നത് പോലെ തന്നെ ഇന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഗുണ്ടകളാണ്. എങ്ങനെ ഗുണ്ടകൾ വരുന്നു? ആ തിരുവനന്തപുരത്ത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് 1ാം റാങ്കും 2ാം റാങ്കും 16ാം റാങ്കും കിട്ടിയ പിള്ളേർ അവിടെ ഇരുന്ന് അവരുടെ സർട്ടിഫിക്കറ്റ് അവരുടെ റാങ്ക് ലിസ്റ്റിൽ വന്ന ഇത് കീറിക്കളഞ്ഞ് തീയിട്ട് കളഞ്ഞ് അവരുടെ ജീവിതം അവർ ഹോമിച്ചിട്ടാണ് അവരവിടെ നിന്ന് മാറിപ്പോയി. ആശാവർക്കർമാരിയ്ക്കണു, അവർക്ക് എത്ര രൂപയാണ് ഒരു ദിവസം വേതനം? ഇവർ തന്നെയല്ലേ തൊഴിലാളി സംഘടനകളുടെ നേതാക്കളൊക്കെ ഇന്ന് ശതകോടീശ്വരന്മാരും എന്താ പറയുക അതുപോലെ കോടീശ്വരന്മാരായി മാറിയിരിക്കുന്നു. ശബ്ദമൊന്നുമല്ല, അതൊക്കെ അതുക്കും മേലെ, അതൊക്കെ അറിയപ്പെടുന്നതാണ്. 1 രൂപയുടെ പണിയെടുക്കാത്ത നേതാക്കൾ മുഴുവൻ എങ്ങനെ ഇത്രയും ഉയർച്ചയിൽ വരുന്നു? വിദ്യാഭ്യാസം ഇല്ല, യാതൊരു യോഗ്യതകളില്ല, 1 രൂപയുടെ പണിയെടുത്തിട്ടില്ല, വേർപ്പിൻ്റെ അസുഖമുള്ളവരൊക്കെ അലക്കി തേച്ചിട്ടിട്ട് ഇവർ ഇന്ന് ഓരോ പൊളിറ്റിക്കൽ സംവിധാനങ്ങളിൽ വന്നിരുന്നിട്ട് 100 കോടി 300 കോടി 550 കോടി ഇത് ഈ നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോൾ അതിൽ എഴുതാനും ഉളുപ്പില്ല. കാരണം എന്താണെന്നോ, 50,000 കോടിയും 5,000 കോടിയൊക്കെ അവരുടെ
വിദേശ നിക്ഷേപങ്ങൾ അവർക്കുണ്ട്. അപ്പം ഇത്രയെങ്കിലും എഴുതണ്ടേ എന്ന് കരുതിയാണ് ഈ എഴുതുന്നത്. മനസ്സിലായോ? അപ്പോഴും ഈ കാണും ഇത് തന്നെ ഇവർക്ക് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അതിനർത്ഥമില്ല. എക്സലോജിക്ക് വീണ വിജയൻ്റെ കാര്യം ഇതിനൊന്നിനും മറുപടി ഇല്ലല്ലോ. ഇപ്പം മകന് ED നോട്ടീസ് വന്നു, അത് ഗായബായി മാഞ്ഞുപോയി, അത് പിന്നെ ഇല്ല, ചോദ്യമില്ല. അഡ്ജസ്റ്റ് അതുകൊണ്ടാണ് ഇവിടെ BJP ഉയർന്നു പൊന്തി വരുന്നത്. BJPക്ക് ഉയരാനായിട്ടുള്ള ED CBIയുടെ നോട്ടീസുകൾ എത്തേണ്ടടത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരെല്ലാവരും വശമതരായി. പിന്നെ വോട്ടിംഗ് ഷെയർ കൂടി. ഇവരെ ഈ എന്താ പറയുക, ഇല്ലാത്ത വീടുകളിലും ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളിലും വിദേശങ്ങളിലുള്ളവരുടെ വീടുകളിലേക്കൊക്കെ ഇവർ നല്ല വൃത്തിയായിട്ട് ആളുകളെ ചേർത്തുന്നുണ്ട് മറ്റുള്ള ജില്ലകളിൽ നിന്ന്, അല്ലെങ്കിൽ ഇവർ ജയിക്കുമെന്ന് തോന്നുന്ന സംവിധാനങ്ങളിലേക്ക്. ഇത് കയറ്റി കഴിഞ്ഞിട്ട് ഇവരെന്താ ചെയ്യുന്നത്? ആ വോട്ട് മാത്രമല്ല ഇവർക്ക് കിട്ടുന്നത്. ഇനി EVM മെഷീനിൽ വല്ല കള്ളത്തരങ്ങളുണ്ടെങ്കിൽ അത് മാത്രമല്ല ഇവർക്ക് കിട്ടുന്നത്. ഇവർക്ക് ഇവിടെയുള്ള പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും നേതാക്കൾക്ക് EDയുടെയും CBIയുടെയും നോട്ടീസ് വിട്ടിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബൂത്തിൽ ഇത്ര വോട്ട് വെച്ചെന്നുള്ള കണക്ക് പറഞ്ഞാണ് ഇവരിപ്പം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ തൃശ്ശൂർ കഴിഞ്ഞ പാർലമെൻ്ററി ഇലക്ഷനിൽ നമ്മുടെ സുരേഷ് ഗോപി ജയിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുണ്ടായിരുന്ന പല സംവിധാനങ്ങളും കണ്ടപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നി. ഇനി നിങ്ങൾ ഇത്തവണത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കോ. BJP ജയിക്കുന്ന സ്ഥലങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ വിട്ടുവീഴ്ച മനോഭാവങ്ങളും നിങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്തോളൂ. നിങ്ങൾക്ക് ചാനലുകാരല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയും കോൺഗ്രസ് ജയിക്കുമെന്ന് ഉറപ്പുള്ളിടത്ത് BJP കമ്മ്യൂണിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യും. അതിന് ഇവർക്ക് എത്ര സീറ്റാണ് പറഞ്ഞുറപ്പിച്ചതെന്ന് വെച്ചാൽ അത്രയും സീറ്റ് കൊടുക്കും. ഇത് എന്താ പറയുക, ഇതിന് പേര് വേറെയാ പറയേണ്ടത്. നല്ല പച്ച മലയാളത്തിൽ നല്ല ഭാഷയുണ്ട്, പക്ഷേ ഞാനത് പറയുന്നില്ല. നിങ്ങൾ പേരിട്ടോളൂ. ഇത് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇതിനെ രാഷ്ട്രീയം എന്നോ ജനാധിപത്യം എന്നോ ഒന്നും പറയാൻ പറ്റില്ല. ജനാധിപത്യവും വെന്റിലേറ്ററിലാണ്, മതേതരത്വം വെന്റിലേറ്ററിലാണ്. ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് ഏറ്റവും നമുക്ക് അഭിമാനിക്കാവുന്ന 2 സംവിധാനങ്ങളാണ് ജനാധിപത്യവും നമ്മുടെ മതേതരത്വം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.